നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ചിക്കൻ കുരുമുളകിട്ട് വരട്ടിയ റെസിപ്പിയുമായിട്ടാണ്. എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് 800 ഗ്രാം ചിക്കൻ ആണ്. ചിക്കൻ വളരെ വലിയ പീസസ് ആയിട്ടല്ല, എന്നാൽ തീരെ ചെറുതുമല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കൊച്ചുള്ളി എന്തോരം എടുക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിവിടെ 20ഓളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് എറിഞ്ഞ 2 മീഡിയം സൈസ് സവാള, പിന്നെ ഒരു 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില. പിന്നെ വേണ്ടത് നമുക്ക് നല്ല ജീരകം, പെരുംജീരകം ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ വീതം, കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് പട്ട, ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഡ്രൈ ചില്ലി. ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ജീരകം, നല്ല ജീരകവും പെരുംജീരകവും കുരുമുളകും പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നില്ല, ഡയറക്റ്റ് മിക്സിയിലിട്ട് അടിച്ച് പൊടിയാക്കി എടുക്കാം. പക്ഷെ എനിക്ക് ചെറുതാക്കി ചൂടാക്കിയ ശേഷം ചെയ്യുന്നതാണ് ഇഷ്ടം. ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഉണക്കമുളക് ഇവ ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഉള്ളിയും നമുക്ക് നന്നായിട്ട് കളറൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം, പെട്ടെന്ന് വഴങ്ങി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് ശരിക്കും മിക്സ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു അല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം.
ഇടയ്ക്കിടെ തുറന്ന ഇളക്കി കൊടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇടയ്ക്കിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു വലിയ തക്കാളിയുടെ പകുതി ചെറുതായി കണ്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് ചേർക്കാം. ഇനി ഈ തക്കാളി ഒന്നും കൂടെ വെന്തുടയണം. പിന്നെ ഈ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ തിക്കായി വെള്ളമൊക്കെ വറ്റി വരണം. അതുവരെ നമുക്ക് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി ഒന്നും കൂടെ തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്തത്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ പരുവത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി നോക്കിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവർ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെള്ളമെല്ലാം വെറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്